ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വേഗം വെച്ച് അത് തിളച്ച് തുടങ്ങിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിക്കുക. അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടാനായിട്ട് പെരുംജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം, അതിലേക്ക് പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്ക് ഒരുപാട് അങ്ങ് അരയരുത്. ഞാൻ അരച്ചതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ അരപ്പിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരപ്പിൻ്റെ ഭാഗം. ഒരുപാട് അങ്ങ് അരയരുത്, കുറച്ച് തരിതരിയായിട്ട് കിടക്കണം. ഇതിന് നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഒന്ന് കറി വെച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ കറി ഉണ്ടാക്കൂ. നമുക്കിത് മിക്സ് ചെയ്യാം. ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളി ഉള്ളിയും വെന്തതിന് ശേഷം ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമാകരുത്. ഇത് അന്ന് അതിൻ്റെ പാകം. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ കറി തിളച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയുള്ളി, വറ്റൽമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം കടുക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഈ കറിക്ക് നല്ല രുചി. ഇനി ഇതിലൊരു ചെറിയ പൊടിക്കൈ കൂടെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ശകലം തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കറി ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 5-10 രൂപയുടെ തൈര് വാങ്ങിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തണുത്തതിന് ശേഷം സ്പെഷ്യൽ രുചി കൂട്ടുന്ന സാധനമാണ് ഇത്, തൈരും പെരുംജീരകവും. ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. ബായ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കാര്യമൊക്കെ പറയാം.